നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 809 809. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം സർഗം 66 പരമാർത്ഥ നിരൂപണം ഭാഗം 2 തുടങ്ങേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 65 സർഗം പരമാർത്ഥ നിരൂപണം ഭാഗം 1 അവസാനത്തെ ശ്ലോകം 24 പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? ഈ മട്ടെഴും സംശയം ഉൾക്കൊരുന്നിൽ ഉദിക്ക മൂലം മഹിതാനുഭാവൻ ചോദിക്കവേ തൻ പ്രിയ ശിഷ്യനോട് ചൊല്ലിയിടിനാൻ ഈ വിധം അംബുജാക്ഷൻ. ശ്രീകൃഷ്ണൻ തൻ്റെ എല്ലാമായിരിക്കുന്ന കൂട്ടുകാരൻ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? 66 സർഗം നമുക്ക് നോക്കുക. 1 ശ്ലോകം. ദേഹേന്ദ്രിയാദി സംബന്ധം ആത്മാവിനുള്ള നാൾ വരെ. ഈ ശരീരത്തിന് ദേഹ ഇന്ദ്രിയാദി സംബന്ധം ആത്മാവിനുള്ള നാൾ വരെ ഈ ആത്മാവ് ഈ ശരീരത്തിലിരിക്കും. അതാണ് ഈ ശരീരം ആത്മാവിന് സഞ്ചരിക്കാനുള്ള രഥമാണ് എന്ന് പറഞ്ഞത്. സംസാരബന്ധവും തോന്നും വെറും അജ്ഞത കാരണം. സംസാരബന്ധം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ എന്നുള്ളതൊക്കെ ഏതുവരെയുള്ളൂ? ശരീരത്തിൽ നിന്ന് ആത്മാവ് പടിയിറങ്ങുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. സംസാരബന്ധവും തോന്നും വെറും അജ്ഞത കാരണം. എൻ്റേതെന്നും എനിക്കെന്നുമുള്ള തോന്നൽ എന്തുകൊണ്ടാണ്? അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. 2 ശ്ലോകം. ശിവോഹം അഹം ശിവോഹം. ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് എന്നെ ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആത്മസ്വരൂപികളാണ്. ഭഗവാന്റെ രൂപങ്ങളാണ് എല്ലാവരും. ഭാഗവതം അറിയുന്നവരും അറിയാത്തവരും, പഠിക്കുന്നവരും പഠിക്കാത്തവരും. ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ശിവോഹം എല്ലാം ഒന്നാണെന്നുദ്ഘോഷിച്ചുര ചെയ്യിലും ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ശിവോഹം എല്ലാവരും മംഗളസ്വരൂപനാണ്. മംഗളകാര്യങ്ങളെ ചെയ്യാവുന്നവനാണ്, ചെയ്യാൻ കഴിവുള്ളവനാണ്. ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ശിവോഹം എല്ലാം ഒന്നാണെന്നുദ്ഘോഷിച്ചുര ചെയ്യിലും ആത്മാവിൽ ഇന്നവൻ ഞാൻ എന്നഭിമാനിച്ചിടും വരെ പൂർവാനുഭവ സംസ്കാരം. ഏതെല്ലാം ജന്മത്തിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പൂർവാനുഭവ സംസ്കാരം പുതുകിയിടുന്നു നിത്യവും, തേട്ടി വരും അനുഭവിച്ചതൊക്കെ. അപ്പോൾ ഇല്ലാത്ത സുഖദുഃഖാദി പലതും കണ്ടുകൊണ്ടവൻ, ഇല്ലാത്ത സുഖദുഃഖാദി പലതും കണ്ടുകൊണ്ടവൻ സ്വപ്നം കാൺമവനെ പോലെ നേരായി താൻ ഓർത്തു വാഴുകയാം. നേരായി താൻ ഓർത്ത്, സ്വപ്നമാണ്, അത് ശരിയാണ് എന്നുള്ള ധാരണയിലിരിക്കും കുറേ സമയം. പിന്നെ മനസ്സിലാവും അത് മിഥ്യയായിരുന്നു, സ്വപ്നമായിരുന്നു എന്ന് തോന്നും. സ്വപ്നം കാൺമവനെ പോലെ നേരായി താൻ ഓർത്തു വാഴുകയാം. പ്രപഞ്ചം ശീലർക്ക് അത്യന്ത സത്യമാം. പ്രപഞ്ചം വിഷയത്തെ ധ്യാനിക്കുന്നവർക്ക് സത്യമാണ്, അല്ലാത്തവർക്ക് മിഥ്യയാണ്. ബുദ്ധിയുള്ളവർക്ക് പ്രപഞ്ചം മിഥ്യയാണ്.
ജ്ഞാനികൾക്ക് പ്രപഞ്ചം മിഥ്യ. അപ്പോൾ എന്നോട് പലവരും ചോദിക്കും, എന്താ മകൻ്റെ അടുത്തേക്ക് ഡെൻമാർക്കിലേക്ക് പോവാത്തത്? ദുബായ് ഷാർജയിൽ മകളുണ്ടല്ലോ, ഒന്ന് പോയി വരൂ രണ്ടാളും കൂടി. ഞാൻ ഒന്ന് ആദ്യമേ തീരുമാനിച്ചു. കാരണം എന്താ, എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഞാൻ പറയണോ, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഞാനെങ്ങനെയാണ് ദൃശ്യത്തിൽ ഭ്രമിക്കാൻ വേണ്ടി പോവുക? അത് മക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, എൻ്റെ പ്രിൻസിപ്പിളിനെ ഞാൻ ഉയർത്തിപ്പിടിക്കണമെന്ന് മാത്രം. എൻ്റെ പ്രിൻസിപ്പിൾ, ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നാ പറയുക, ശാസ്ത്രീയമായ കാര്യങ്ങൾ ഞാൻ പാലിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണരും വരെയും സ്വപ്നം ശരിയെന്നോർക്കുകയില്ലയോ, അത്രയേ ഉള്ളൂ. ഉണർന്നു കഴിഞ്ഞാലില്ല, ആ സ്വപ്നം തന്നെ കാണണമെന്ന് പറഞ്ഞാൽ പറ്റൂല, നടക്കില്ല. പറഞ്ഞ വിഷയമാണ്. അപ്പോൾ പ്രപഞ്ചം വിഷയധ്യാനശീലർക്കത്യന്ത സത്യമാം ഉണരും വരെയും സ്വപ്നം ശരിയെന്നോർക്കുകയില്ലയോ, പലതും കണ്ടുറക്കത്തിലെത്രയും ഭീതിയേൽക്കിലും. അല്ലേ, സ്വപ്നത്തിൽ ആന കുത്താൻ വരണോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, പേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നാരായണ നാരായണ ജപിക്കണേ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അവിടുന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങും, പിച്ചും പയ്യൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ ഉണരും വരെയും സ്വപ്നം ശരിയെന്നോർക്കുകയില്ലയോ, പലതും കണ്ടുറക്കത്തിലെത്രയും ഭീതിയേൽക്കിലും. ഭയചകിതരായാലും സ്വപ്നമാണെന്നറിഞ്ഞിടിൽ ഒരു ദുഃഖവുമില്ലതിൽ. അല്ലേ, കഴുത്തിൻ്റെ മീതെ തലയില്ലാന്ന സ്വപ്നം കണ്ടത്. ഉണർന്ന് നോക്കുമ്പോൾ തലയൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ടും എല്ലാവരും ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് എന്താണ് സ്വീറ്റ് ഡ്രീംസ്. ഈ സ്വീറ്റ് ഡ്രീംസ് കൊണ്ടൊന്നുമില്ല. അപ്പോൾ മനുഷ്യൻ ഇത് എഴുതണവർ, ഞാൻ വളരെ ശുഭരാത്രി എന്നേ എഴുതുള്ളൂ. ഞാൻ ഈ ഡ്രീംസ് വേണ്ടാന്ന് പറയും. കാരണം എന്താ, അത് അവശതയെ പ്രാപിക്കണതാ. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് കേൾക്കണവരാരെങ്കിലും സ്വീറ്റ് ഡ്രീംസ് എഴുതുന്നുണ്ടെങ്കിൽ നിർത്തുക, അതിലർത്ഥമില്ല. അവർക്ക് നമ്മൾ പണി കൊടുക്കുക ചെയ്യണത്, 8ൻ്റെയും 16ൻ്റെയും പണി കൊടുക്കുകയാണ്, അത് പാടില്ല. അപ്പോൾ അതിൻ്റെ ചേർച്ചയാൽ മാത്രം ശോകമോഹം ഭയാദികൾ അല്ലാതാത്മാവിനില്ലെന്നും ജന്മമൃത്യുജരാദികൾ. അതായത് സ്വപ്നത്തിൽ ശോകവും മോഹവും ഭയാദികളും ഉണ്ടെങ്കിലും ആത്മാവിനത് ബാധകമല്ല. അതാണ് പറഞ്ഞത്. ആത്മാവല്ല, ഈ ദുഃഖിക്കുന്നത് ജീവനാണ്. എന്നാൽ അത് ആത്മാവല്ലേ? അതെ, അത് പരിതപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നേരെ വെച്ച് ഞാൻ ആത്മാവ് അഹം ശിവോഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ശോകമില്ല. അപ്പോൾ പറഞ്ഞു, അഹങ്കാരത്തിനാം ബന്ധം എന്നാൽ മോക്ഷവും അങ്ങനെ അല്ല. അഹങ്കാരത്തിനാം ബന്ധം എന്നാൽ മോക്ഷവും അങ്ങനെ അല്ല. അല്ല അത് ആത്മഭാവത്തിൽ അല്ല അത് ആത്മഭാവത്തിൽ മറനീങ്ങിടിൽ മാത്രമാം. ആത്മഭാവത്തിന് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്നൊരു മറയുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. നമ്മളൊക്കെ ആയിരിക്കണം, അതിന് വിധിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമുക്ക് സാധിക്കണില്ല. കാരണം എന്താ? അറിവില്ലായ്മ കാരണം. ദേഹേന്ദ്രിയമന പ്രാണാദിയിൽ ചെന്നവയൊക്കെയും ഞാനെന്ന് അഭിമാനിച്ചു ഗുണകർമ്മസ്വരൂപനായി. രജോ ഗുണം, തമോ ഗുണം, സ്വാർത്ഥക ഗുണം ആണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാനാണെന്ന് അഭിമാനിച്ചു ഗുണകർമ്മസ്വരൂപനായി. സൂത്രമെന്നും മഹാനെന്നും. സൂത്രം എന്ന് പറഞ്ഞാൽ വീടിനൊക്കെ സൂത്രം പോകുന്ന വഴികളുണ്ട്, ദ്വാരങ്ങളുണ്ട്. മണികളിലുള്ള ദ്വാരത്തിന് സൂത്രം എന്ന് പറയും. സൂത്രമെന്നും മഹാനെന്നും പല പേരിലും അങ്ങനെ സംസാരത്തിൽ അലഞ്ഞോടിക്കളിപ്പൂ ജീവനാം പ്രഭു. ഭഗവാൻ തന്നെയാണ് ജീവനായിട്ട്. അപ്പോൾ
കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലെങ്കിൽ പിന്നെ ആരാ ദുഃഖിക്കണത്? ആത്മീയ ചൈതന്യം തന്നെയാണ്. സംസാരത്തിൽ അലഞ്ഞോടിക്കളിപ്പൂ ജീവനാം പ്രഭു കാലാദിക്കടിമപ്പെട്ട മൂഢനെ പോൽ. കാലത്തിന് സമയത്തിന് അധീനപ്പെട്ട് കാലാദിക്കടിമപ്പെട്ട് മൂഢനെ പോൽ ഇതോർത്തുടൻ മനോവച പ്രാണകർമ്മ ശരീരങ്ങളിലൊക്കെയും മനസ്സ് വാക്ക് പ്രാണൻ കർമ്മശരീരങ്ങളിലൊക്കെയും പടർന്നു പന്തലിച്ചിടും അഹങ്കാരം ഭയാവഹം. എല്ലാറ്റിലും പടർന്നു പന്തലിച്ചിടും അഹങ്കാരം ഭയാവഹം. ഗുരുവാസനയാൽ മൂർച്ച കൂടും ജ്ഞാന അസിയാൽ നരൻ. എന്താ പറഞ്ഞത്? പടർന്നു പന്തലിച്ചിടുന്ന അഹങ്കാരത്തെ സാധകൻ ഗുരുവാസനയാൽ സിദ്ധിച്ച മൂർച്ച കൂടിയിട്ടുള്ള അറിവാകുന്ന ഖഡ്ഗം കൊണ്ട്, വാളുകൊണ്ട് ഈ അജ്ഞാനമാകുന്ന അവസ്ഥയെ മുറിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത്. അതിനാണ് യോദ്ധാവണം. നമ്മൾ യോദ്ധാവണം. എന്തിനു വേണ്ടിയിട്ട്? ലൗകികത്തെ ഇല്ലായ്മ ചെയ്ത് ആധ്യാത്മിക പ്രതലത്തിൽ പെരുമാറാൻ സാധിക്കണം നമുക്ക്. സത്സംഗവും കൊണ്ടുളവാമത് ആദ്യന്തം മറ്റതും ആദ്യവും അന്തവും ഇല്ലാത്തതാണ് ഈശ്വരോപാസന. സത്സംഗവും കൊണ്ട് ഉണ്ടാം അത് ആദ്യന്തമറ്റതും ഏതൊന്ന് ആയത് ആ ബ്രഹ്മം അതേ വിശ്വപ്രകാശകം. വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നതാരാ? വിശ്വത്തെ കൺകുളിർക്കെ കണ്ട് അഭിമാനിക്കുന്നതാരാ? പ്രാണൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത് അല്ലേ? വിശ്വകാരണവും മറ്റൊന്നല്ല വിശ്വത്തിൽ ഈ വിധം പലതായി കാൺമതും അതിൽ വിസ്ഫുലിംഗങ്ങൾ മാത്രമാം. വിശ്വകാരണം, വിശ്വത്തിന് കാരണമായിരിക്കുന്നതും ഈ ആത്മാവാണ്. വിശ്വകാരണവും മറ്റൊന്നല്ല വിശ്വത്തിൽ ഈ വിധം പലതായി കാൺമതും അതിൻ വിസ്ഫുലിംഗങ്ങൾ മാത്രമാം. എന്നിട്ട് പറയണു, ഇതാം വിവേകം. ഇതാണ് വിവേകം. ഇങ്ങനെ വേർതിരിച്ചറിയണം കാര്യങ്ങൾ. ഇതാം വിവേകം മർത്യന് ഈ ഉറപ്പാം ജ്ഞാനം ഉദ്ധവ. ശ്രീകൃഷ്ണൻ പറയണേ, ഹേ ഉദ്ധവ, ഇതാം വിവേകം മർത്യന് ഈ ഉറപ്പാം ജ്ഞാനം ഉദ്ധവാം. ഉദ്ധവാം പണിത്തരങ്ങളായി തീർന്നു കാണുന്നതിനു മുമ്പിലും പിന്നീടൊരുക്കിയിടുകയിലും ശുദ്ധമാം സ്വർണമെങ്ങിനെ. സ്വർണത്തെ പത്തരമാറ്റ് തങ്കത്തെ ചെമ്പൊക്കെ കൂട്ടിയിട്ടാണ് 22-24 കാരറ്റ് ആക്കിയിട്ട് ആഭരണങ്ങൾ പണിയുന്നത്. ആ ആഭരണങ്ങൾ ഉരുക്കി വേറൊരു ആഭരണം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേമാനം വരും. കാരണം എന്താ? ഈ സ്വർണത്തിനെ വീണ്ടും ഉരുക്കുകയാണ്. അതിലുള്ള അംശങ്ങളൊക്കെ പോയി തനി പത്തരമാറ്റ് തങ്കാക്കി പിന്നെയും അതിനെ ചെമ്പൊക്കെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? രൂപങ്ങൾ ഉണ്ടാക്കാൻ. അതുപോലെ പണിത്തരങ്ങളായി തീർന്നു കാണുന്നതിനു മുമ്പിലും പിന്നീടുരുക്കിയിടുകിലും ശുദ്ധമാം സ്വർണമെങ്ങനെ അല്പാൽപ്പം വെള്ളിയോ ചെമ്പോ ചേർത്തിടുകിലും ആവിധം. കുറച്ച് ചെമ്പോ വെള്ളിയൊക്കെ കൂട്ടാതെ കണ്ട്, അതാണ് ഈ 936. ബാക്കിയുള്ള ഭാഗം മായാണ്. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പിന്നീടുരുക്കിയിടുകിലും ശുദ്ധമാം സ്വർണമെങ്ങനെ അല്പാൽപ്പം വെള്ളിയോര ചെമ്പോ ചേർത്ത് ഇടുകിലും ആവിധം മാലയും വളയും മറ്റും സ്വർണമായി തന്നെ എണ്ണിടും. അല്ലേ? എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നിറവേറ്റാൻ നമ്മൾ ഒരേ സ്വർണം കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കും. കാശ് കുറേ വിനിമയം ചെയ്യും. ആ വിധം നാമരൂപങ്ങൾ പലതും ചേർന്ന വിശ്വവും. അങ്ങനെ പല പല രൂപങ്ങളിലുള്ള ആഭരണങ്ങളിലും വില സ്വർണത്തിൻ്റെയാണ്. പിന്നെ പണി ഇതെടുത്തതിന് കൂലി കൊടുത്താൽ പിന്നെ അത് വേസ്റ്റായി.
അതാണ് ആവിധം നാമരൂപങ്ങൾ പലതും ചേർന്ന വിശ്വവും കാര്യകാരണ രൂപത്തിൽ മേവും ഞാൻ തന്നെ ഉദ്ധവ. ഈ പ്രപഞ്ചത്തിൽ താത്വികമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ്, താത്വികമല്ലാത്തത് ഞാൻ തന്നെയാണ്. അതാണ് കാര്യകാരണ രൂപത്തിൽ മേവും ഞാൻ ഓർത്താൽ തന്നെ ഉദ്ധവ. മാലയും മറ്റും മാർക്കു മുമ്പിൽ കേവലം സ്വർണമല്ലയോ. അല്ലേ, മുത്തുമണികളെ കൊണ്ട് മാല കോർത്താലും ഗോതമ്പ് മണികളെ കൊണ്ട്, അതായത് ഗോതമ്പ് മണി പോലെയുള്ള സ്വർണ്ണാഭരണങ്ങൾ, താലിയുടെ രൂപത്തിൽ വളക്കത്താലി എന്നൊക്കെ പറയും, ആലിലക്കണ്ണൻ, അങ്ങനെ പലതുണ്ട്. കാര്യകാരണ രൂപത്തിൽ മേവും ഞാൻ തന്നെ ഉദ്ധവ. മാലയും മറ്റുമാം മുമ്പിൽ കേവലം സ്വർണമല്ലയോ. അതെ, അല്ലാതെന്തുണ്ട് അതില്ലായിൽ നാമരൂപങ്ങൾ കാണുമോ. ഈ രൂപമാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ എന്തുണ്ട് അതില്ലായിൽ നാമരൂപങ്ങൾ കാണുമോ. അതായത് ഈ നെക്ലസ് ഒരുക്കിയിട്ടാണ് മണിമാല ഉണ്ടാക്കുക. മണിമാല ഒരുക്കിയിട്ടാണ് പിന്നെ കാലിലേക്ക് പാദസരോ അല്ലെങ്കിൽ അരയിലേക്ക് നൂലോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടതില്ലേ. അപ്പോൾ അല്ല അതെന്തുണ്ടതില്ലാതായിൽ നാമരൂപങ്ങൾ കാണുമോ. വിജ്ഞാനം ജീവചൈതന്യം അതുതന്നെ മഹാശയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജ്ഞാനം ജീവചൈതന്യം അതുതന്നെ ജീവചൈതന്യം. അപ്പോൾ ബിംബങ്ങൾക്ക് വിശേഷണ ഗ്രഹിക്കേണ്ട ബിംബങ്ങൾക്ക് ചൈതന്യം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ധ്യാനനിരതനായിരിക്കുന്ന തന്ത്രിയാണ് അതിന് ചൈതന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ തന്ത്രി ഇനി അടുത്ത പ്രതിഷ്ഠാ ദിവസത്തിനേ ഉള്ളൂ വിചാരിച്ചാൽ നമ്മളെ പോലുള്ള ഭക്തന്മാരും പൂജകന്മാരും ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്ത പൂജകളൊക്കെ പഠിച്ച് പയറ്റി തെളിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വിജ്ഞാന ജീവചൈതന്യം അതുതന്നെ മഹാശയ. ദേഹേന്ദ്രിയ അഹം തത്വങ്ങൾ, ദേഹം ഇന്ദ്രിയം അഹം തത്വങ്ങൾ ഗുണകാര്യങ്ങൾ മുന്നിലും വിജ്ഞാനം ജീവചൈതന്യം അതുതന്നെ മഹാശയാം. അതായത് ദേഹേന്ദ്രിയ അഹം തത്വങ്ങൾ, അപ്പോൾ പറഞ്ഞു അല്ല, വിജ്ഞാനം ജീവചൈതന്യം അതുതന്നെ മഹാശയ. ദേഹേന്ദ്രിയ അഹതത്വങ്ങൾ ഗുണകാര്യങ്ങൾ മുന്നിലും കാർഷ്യരൂപ സുഖിത്വാദി കാട്ടേ വിശ്വം ഇതേ വിധം ഭിന്നിപ്പതേതോ ജാഗ്രത് മുമ്പാം മുന്നിന്നു മോളിലായി തുര്യം സമാധി സംവേദ്യം അതേ പരമസത്യമാം. പരമസത്യം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമല്ല, മോക്ഷമാണ്. അതാണ് ഈ മൂന്നിനും അതീതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയും. അപ്പോൾ മിന്നിപ്പതേതോ ജാഗ്രത് മുമ്പാം മൂന്നിന്നു മുകളിലായി തുര്യാവസ്ഥ, തുര്യം സമാധി സംവേദ്യം അതേ പരമസത്യമാം. അവിടെ നിർത്തണം. കുറച്ചൊരു സ്ലീപ്പി വരുന്നതിൻ്റെ മുമ്പേ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.